ഒപ്പം തന്നെ ഈ ബജ്രംഗ് ദളിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിരുന്നു. ഇത്രത്തോളം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചു. ഒപ്പം തന്നെ മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള കേസുകൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ സ്വീകരിച്ച നടപടി ഈ കേസിലും ഉണ്ടാകണം. ഈ കേസിൽ ജാമ്യം അനുവദിച്ചാൽ ഇനി ഇതേ രീതിയിലുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു ആവശ്യമായിരുന്നു ബജ്രംഗ് ദളിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ പറയുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ ജയിലിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് ജനപ്രതിനിധികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് കന്യാസ്ത്രീകളുടെ ജാമ്യം അവിടെ ജനപ്രതിനിധികൾ അത് പങ്കെടുത്തു. बाहर देखना केवल मधुरम वो मिठाई बांट करके सेलिब्रेशन हो रहा है. वो लाइव जा रहा है. मिठाई बांट रहे हैं लोग, सेलिब्रेशन कर रहे हैं. हाँ, मिठाई बांट करके सेलिब्रेशन कर रहे हैं. ठीक. ഇപ്പോൾ ജനപ്രതിനിധികൾ അതായത് ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി MP, പിന്നെ അൻവർ സാദ് MLA തുടങ്ങിയവരൊക്കെ, രവി മേത്തർ MP, റോജി എം ജോൺ അടക്കമുള്ള ജനപ്രതിനിധികൾ മധുരം വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ദുർഗ് ജയിലിന് മുന്നിലാണ് ഉള്ള കാഴ്ചയാണ്. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട്. BJP പ്രതിനിധികളുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് മധുരം വിളമ്പുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർക്കും ഒപ്പം തന്നെ അവിടെയുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഈ മധുരം വിളമ്പുന്ന അത്രത്തോളം സന്തോഷം അവർ പ്രകടമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിലൊരു വിധി വന്നത്. ജാമ്യം ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 9 ദിവസത്തിന് ശേഷമാണ് ഈ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരാൻ പോകുന്നത്. ഇനി ചില സാങ്കേതിക വശങ്ങൾ കൂടി മാത്രമാണുള്ളത്. ജയിലിൽ നിന്നുള്ള ഓർഡർ കോടതിയിൽ നിന്നുള്ള ഓർഡർ അത് ജയിലധികൃതർക്ക് ലഭിക്കണം. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും. ഒരുപക്ഷെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇവർ പുറത്തിറങ്ങുമ്പോൾ തന്നെയാണ് നമുക്ക് കരുതുന്നത്. എന്തായാലും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച, ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കേസായിരുന്നു ഛത്തീസ്ഗഡിലെ 2 മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്. അതിനുശേഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ കുലങ്ങൾക്കും സൃഷ്ടിച്ച ഒരു കേസ് കൂടിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. BJP സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു ഈ ഒരു സംഭവം. പ്രത്യേകിച്ച് കേരളത്തിലെ സംബന്ധിച്ച്, കേരളത്തിലെ BJPക്ക് വലിയ തരത്തിൽ ഈ സ്വാഭാവികമായും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ കേസ് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ സഭാ മേലധ്യക്ഷന്മാരുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ എല്ലാവിധ പിന്തുണയും. ഞങ്ങളുടെ എളിയ പ്രതിഷേധങ്ങൾ ഒരു മഹാസംഭവമാക്കി മാറ്റിയത് നിങ്ങളാണ്. നിങ്ങളത് ഈ നാടിൻ്റെ വികാരമാക്കി മാറ്റി. എല്ലാ മീഡിയ പ്രവർത്തകർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്ത മഹാസേവനത്തിന്, ഞങ്ങളോടൊപ്പം നിന്നതിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. സാധുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം ഒരു കൂലിയുമില്ലാതെ നിർവഹിക്കുന്നവരാണ് സാധുക്കളായ കന്യാസ്ത്രീമാർ. അവരെ സംരക്ഷിക്കേണ്ട സ്റ്റേറ്റ് തന്നെ അവർക്കെതിരെ നീങ്ങുന്നത് സങ്കടകരമായ കാര്യമാണ്. വടക്കേ ഇന്ത്യയിലുടനീളം എത്രയോ പാവപ്പെട്ട കന്യാസ്ത്രീമാരാണ് സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് കാവലാകുകയും ചെയ്യേണ്ടവർ അവരെ കൽത്തുറുങ്കിലടയ്ക്കുന്നത് കഠിനമായ വേദന ഉളവാക്കുന്ന കാര്യമാണ്. മേലിൽ ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. നന്മയ്ക്ക് വേണ്ടി പോരാടുന്നവരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് നാം എല്ലാവരും ചെയ്യേണ്ടത്. അവരെ തടസ്സപ്പെടുത്തുകയോ തുറുങ്കിലടയ്ക്കുകയോ ചെയ്യുന്നത് കാടത്ത നീതിയാണ്. നമുക്ക് വേണ്ടത് നന്മ പക്ഷമാണ്. അതുകൊണ്ട്
ആ നന്മപക്ഷത്തിൻ്റെ വക്താക്കളാകാൻ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആകട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസയും പ്രാർത്ഥനയും. ഒപ്പം നിന്നവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരവും. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഐക്യം കൂടിയാണ് ഇക്കാര്യത്തിൽ പ്രകടമാവുന്നത്. പ്രേക്ഷിത വേലയ്ക്കെത്തിയ കന്യാസ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ദുഃഖത്തിൽ കേരളം ഒപ്പം നിന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒപ്പം നിന്നു. ഒരുപക്ഷെ BJPക്ക് രാഷ്ട്രീയപരമായ ഒരു നിലപാടെടുക്കുന്നത് വെല്ലുവിളി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കേരളത്തിലെ BJP നേതാക്കൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം വേണമെന്ന നിലപാടിലാണ്. പക്ഷേ ചില കേരളത്തിലെ അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ മറ്റു നിലപാട് സ്വീകരിച്ചെങ്കിൽ കൂടിയും പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും കന്യാസ്ത്രീകളുടെ ദുഃഖത്തിനൊപ്പം നിന്നു, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം നിന്നു. ഒടുവിൽ അതിനുശേഷമാണിപ്പോൾ ഈ ജാമ്യം സാധ്യമാകുന്നത്. ഇനി നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇതിൻ്റെ തുടർ നിയമ നടപടികളും. കന്യാസ്ത്രീകൾ അനുഭവിച്ചു വന്ന വലിയ പീഡനം അല്ലെങ്കിൽ വലിയ മാനസിക ബുദ്ധിമുട്ട്, ആ വലിയ മാനസിക ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കടമ. ആ ജോലി ഞങ്ങൾ ചെയ്തു. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഏറെക്കുറെ എല്ലാ MP-മാരും അവിടെയുണ്ട്. ആ ജയിലിനും ഒപ്പം ആ പരിസരങ്ങളിലുമുണ്ട്. കാരണം കന്യാസ്ത്രീകളുടെ പുറത്തിറങ്ങുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിൻ്റെ സന്തോഷ പ്രകടനം അവർ മധുരം പങ്കുവെച്ചുകൊണ്ട് അവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കേരളം കാത്തിരുന്നു ആ കന്യാസ്ത്രീകളുടെ ജാമ്യം. അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം, അത് ആവശ്യമാണ്. കാരണം അവർ മനുഷ്യ നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറങ്ങിയവരാണ്. അവർക്കാണ് ഇത്തരം ഒരു ക്ലേശകരമായ സാഹചര്യം ഉണ്ടാവുന്നത്. നമുക്ക് അവർ